നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മാന്നാർ കലാ കൊലപാതക കേസിൽ ഭർത്താവ് അനിൽകുമാറിനെ ഉടൻ അറസ്റ്റ് ചെയ്യും. ഇസ്രായേലിൽ നിന്നും അനിൽകുമാറിനെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ച കേരള പോലീസ് ഇന്റർപോളിന് വിവരങ്ങൾ കൈമാറിയതായും കേരള പോലീസ് വ്യക്തമാക്കി. കേസിൽ 4 പ്രതികളെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക കണ്ടെത്തൽ. 3 പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഭർത്താവ് അനിലാണ് 1-ാം പ്രതി. അനിലിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ജിനു, പ്രമോദ്, സോമൻ എന്നിവരാണ് മറ്റ് പ്രതികൾ. ഇവർ 4 പേരും ചേർന്ന് 15 വർഷം മുൻപ് കലയെ കാറിൽ വെച്ച് കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ച് കലയുടെ മൃതദേഹം കണ്ടെന്ന നിർണായക സാക്ഷിയുടെ മൊഴിയും ലഭിച്ചിട്ടുണ്ട്. അനിലിൻ്റെ അയൽവാസിയും സുഹൃത്തുമായ സുരേഷ് കുമാറിനെ മുഖ്യ സാക്ഷിയാക്കിയുള്ള പോലീസ് നീക്കമാണ് പ്രതികളെ കൊടുക്കുന്നതിൽ നിർണായകമായത്. ഊമക്കത്തിൽ നിന്ന് ലഭിച്ച സൂചനകൾ പിന്തുടർന്ന പോലീസിന് ഏറെ സഹായകമായതും സുരേഷ് നൽകിയ വിവരങ്ങളാണ്. മാന്നാറിലെ കൊലപാതകി എവിടെയുണ്ടെന്ന് പോലീസ് ഇതിനകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കലയെ കൊലപ്പെടുത്തിയ കേസിൽ കൂട്ടുപ്രതികൾ പിടിയിലായതറിഞ്ഞ് 1-ാം പ്രതി കലയുടെ ഭർത്താവ് അനിലിന് രക്തസമ്മർദ്ദം കൂടിയെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. നിലവിൽ ഇസ്രായേലിലാണ് അനിലുള്ളത്. ഇസ്രായേലിലെ ആശുപത്രിയിൽ അനിൽ ചികിത്സയിലാണെന്നാണ് കേരള പോലീസിന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. ഇസ്രായേൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള അനിൽ ഇന്റർപോളിന്റെ നിതാന്ത നിരീക്ഷണത്തിലാണെന്നാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അനൗദ്യോഗികമായി കേസിന്റെ വിവരങ്ങൾ CBIയിലൂടെ ഇന്റർപോളിന് കേരള പോലീസ് നൽകിയെന്നാണ് സൂചന. ഈ സാഹചര്യത്തിലാണ് അനിലിനെ അന്താരാഷ്ട്ര ഏജൻസി നിരീക്ഷിക്കുന്നത്. അതിനിടെ കലയുടെ കൊലപാതകം അന്വേഷിക്കുന്ന കേരള പോലീസിന്റെ സംഘത്തെ വിപുലീകരിച്ചു. ചെങ്ങന്നൂർ DYSPയുടെ നേതൃത്വത്തിൽ മാന്നാർ, അമ്പലപ്പുഴ സ്റ്റേഷനുകളിലെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി 21 അംഗ സംഘമായിട്ടാണ് സംഘത്തെ വിപുലീകരിച്ചത്. മതിയായ തെളിവുകൾ ഈ കേസിൽ കിട്ടിയെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക വിലയിരുത്തൽ. എങ്കിലും വർഷങ്ങൾക്ക് മുൻപ് നടന്ന കൊലപാതകമായതിനാൽ ശാസ്ത്രീയ തെളിവുകൾ അനിവാര്യമാണെന്ന് പോലീസ് കണക്കുകൂട്ടുന്നു. അനിലിൻ്റെ കുറ്റസമ്മതവും കേസിൽ നിർണായകമാണ്. 15 വർഷങ്ങൾക്ക് മുൻപ് അനിൽ ഭാര്യയെ കൊലപ്പെടുത്തിയെന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതിനുശേഷം അനിൽ മറ്റൊരു വിവാഹം കഴിക്കുകയും ദാമ്പത്യ ജീവിതം തുടരുകയും ചെയ്തു. പിന്നാലെ അനിൽ ഇസ്രായേലിലേക്ക് ജോലിക്ക് ആവശ്യത്തിനായി പോവുകയും ചെയ്തു. എന്നാൽ പിന്നീട് ലഭിച്ച ഒരു ഊമകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 15 വർഷം മുമ്പ് നടന്ന ഒരു തിരോധാനം കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കേസിൽ 1-ാം പ്രതി അനിലാണെന്ന് പോലീസ് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് അനിലിനെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം കേരള പോലീസ് ആരംഭിച്ചിരിക്കുന്നത്. ബന്ധുക്കളായ 5 പേരെ കസ്റ്റഡിയിലെടുത്തതും വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് തുറന്നു പരിശോധിച്ചതും അനിൽ ഇതിനകം അറിഞ്ഞു കഴിഞ്ഞു. തുടർന്നാണ് രക്തസമ്മർദ്ദം കൂടിയതെന്നാണ് വിവരം. ഇക്കാര്യം ഇസ്രായേലിൽ അനിൽ ചികിത്സ തേടിയ ആശുപത്രിയിലെ ഡോക്ടർമാരാണ് ബന്ധുക്കളെ അറിയിച്ചിട്ടുള്ളത്. ഇക്കാര്യം ഇസ്രായേലിലെ അന്വേഷണ ഏജൻസിയെ കേരള പോലീസ് അറിയിച്ചു കഴിഞ്ഞു. അനിലിനെ എത്രയും വേഗം കേരളത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കേരള പോലീസിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം. അനിലിനെ ഇസ്രായേലിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിക്കാൻ കുറച്ചുകൂടി സമയമെടുക്കുമെന്നാണ് കേരള പോലീസ് വ്യക്തമാക്കുന്നത്. സംസ്ഥാന പോലീസ് മുതൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പും ഇന്റർപോളും വരെ ഉൾപ്പെടുന്ന നടപടികൾ സങ്കീർണമാണ്. ഇത് മനസ്സിലാക്കിയാണ് അനൗദ്യോഗിക സൂചനകൾ CBIയിലൂടെ അന്താരാഷ്ട്ര ഏജൻസികൾക്ക് കേരള പോലീസ് നൽകിയത്. സമ്മർദ്ദം ചെലുത്തി അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമവും കേരള പോലീസ് ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. സർക്കാർ തലത്തിലെ നടപടികളിലൂടെ അനിലിനെ നാട്ടിലെത്തിക്കാൻ ആദ്യം ബ്ലൂ കോർണർ തിരച്ചിൽ നോട്ടീസും പിന്നീട് റെഡ് കോർണർ നോട്ടീസും പുറപ്പെടുവിക്കണം. ഇന്റർപോളാണ് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കേണ്ട അന്താരാഷ്ട്ര ഏജൻസി. ഇതിൻ്റെ ആദ്യഘട്ടമായി കേരള പോലീസ് തിരച്ചിൽ സർക്കുലർ പുറപ്പെടുവിക്കണം. പിന്നീട് കോടതി വഴി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ശേഷം റെഡ് കോർണർ നോട്ടീസിനുള്ള പോലീസിൻ്റെ അഭ്യർത്ഥന കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കൈമാറണം. ഇതെല്ലാം സമയമെടുക്കുന്ന നടപടിക്രമങ്ങളാണ്. അപ്പോഴേക്കും പ്രതി ഇസ്രായേലിൽ നിന്നും മറ്റൊരിടത്തേക്ക് മാറാനുള്ള സാധ്യതയും കേരള പോലീസ് കണക്കുകൂട്ടുന്നു. ഇന്റർപോളിൻ്റെ ഇന്ത്യയിലെ നോഡൽ ഏജൻസിയായ CBI ആണ് റെഡ് കോർണർ നോട്ടീസ് ശുപാർശ ചെയ്യേണ്ടത്. ഈ ശുപാർശ ഇന്റർപോളിൻ്റെ ജനറൽ സെക്രട്ടേറിയറ്റ് നിയോഗിക്കുന്ന പ്രത്യേക ദൗത്യ സമിതി പരിശോധിച്ച ശേഷമാണ് നോട്ടീസ് പുറപ്പെടുവിക്കേണ്ടത്. ഈ നടപടിക്രമങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കുകയാണ് കേരള പോലീസിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. ഇതിനുവേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ സഹായം കേരള പോലീസ് ഇതിനകം തേടിക്കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ തിരച്ചിൽ നോട്ടീസ് ഇതിനകം പുറപ്പെടുവിച്ച ശേഷം കേരളത്തിലെ ഒരു കോടതിയുടെ അനുമതി വാങ്ങിയ ശേഷമായിരിക്കും കേന്ദ്ര സർക്കാരുമായി ഇക്കാര്യത്തിൽ ബന്ധപ്പെടുക. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരുടെ സഹായം ഇക്കാര്യത്തിൽ കേരള പോലീസ് തേടും എന്നാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. CBIയുടെ സഹായത്തോടു കൂടി അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസിയായ ഇന്റർപോളിനെ സമീപിക്കാനും ഇന്റർപോളിനെ കൊണ്ട് ഇസ്രായേലിലുള്ള അന്താരാഷ്ട്ര
കുറ്റാന്വേഷണ ഏജൻസികളെ സമീപിക്കുവാനുമാണ് കേരളം ശ്രമിക്കുന്നത്. ഇന്ത്യയും ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം ഊഷ്മളമായതുകൊണ്ട് തന്നെ അനിലിനെ എത്രയും വേഗം ഇസ്രായേലിൽ നിന്നും ഇന്ത്യയിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് കേരള പോലീസിന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. എന്തായാലും 15 വർഷക്കാലം തിരോധനമെന്ന് കരുതിയിരുന്ന കലയുടെ, പെരുമ്പുഴ സ്വദേശിയായ കലയുടെ, മാന്നാർ സ്വദേശിയായ കലയുടെ തിരോധാനമല്ലെന്നും കൊലപാതകമാണെന്നുമുള്ള ഞെട്ടലിലാണ് മാന്നാർ സ്വദേശികൾ. പ്രണയവിവാഹമായിരുന്നു അനിലും കലയുമായി ഉണ്ടായിരുന്നത്. എന്നാൽ കലയുമായുള്ള വിവാഹത്തെ അനിലിൻ്റെ വീട്ടുകാർ തുടക്കം മുതൽ തന്നെ എതിർത്തിരുന്നു. കല്യാണശേഷം ഒരു കുട്ടി ജനിച്ച ശേഷമാണ് അനിലിന് കലയോട് പക തോന്നുന്നത്. പിന്നീട് സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് കലയെ വകവരുത്താനുള്ള ഗൂഢോദ്ദേശം അനിൽ കണ്ടെത്തുകയായിരുന്നു. ഒരു ദിവസം വിനോദയാത്രയ്ക്കെന്ന് പറഞ്ഞ് കലയെയും കൊണ്ട് കാറിൽ കുട്ടനാട്ടിലേക്ക് തിരിച്ചു. പിന്നീട് കുട്ടനാട്ടിൽ മദ്യപിച്ച ശേഷം തിരികെ വരുന്നതിനിടയിലാണ് സുഹൃത്തുക്കളെ ഉപയോഗിച്ചുകൊണ്ട് കാറിൽ വെച്ച് ഭാര്യയായ കലയെ കൊലപ്പെടുത്തുന്നത്. പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നു. മുഖ്യ ദൃക്സാക്ഷിയായ സുരേഷ് എന്ന വ്യക്തിയുടെ മൊഴിയാണ് കേസിൽ പ്രതികളെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തെ സഹായിച്ചത്. പെരുമ്പുഴ പാലത്തിലേക്ക് തന്നെ അനിൽ വിളിച്ചു വരുത്തുകയും പെരുമ്പുഴ പാലത്തിലെത്തിയ താൻ കണ്ടത് മാരുതി കാറിൽ മരിച്ചു കിടക്കുന്ന കലയുമാണെന്ന് സുരേഷ് പോലീസിന് മൊഴി നൽകിയിരുന്നു. ഒരു കയ്യബദ്ധം പറ്റിയതാണെന്നും സഹായിക്കണമെന്നും മൃതദേഹത്തെ മറവ് ചെയ്യാനുള്ള സഹായം വേണമെന്നും അന്ന് അനിൽ സുരേഷിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കൊലപാതകത്തിന് കൂട്ടുനിൽക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് സുരേഷ് ആ ശ്രമത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. സുരേഷിനൊപ്പം അന്ന് പെരുമ്പുഴ പാലത്തിലെത്തിയ മറ്റു സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടിയാണ് അനിൽ മൃതദേഹം മറവ് ചെയ്തതെന്നാണ് പോലീസിൻ്റെ കണക്കുകൂട്ടൽ. അനിലിൻ്റെ വീട്ടുവളപ്പിലെ സെപ്റ്റിക് ടാങ്കിൻ്റെ മൂടി തുറന്ന് സെപ്റ്റിക് ടാങ്കിനുള്ളിലേക്ക് മൃതദേഹം അന്ന് തള്ളുകയായിരുന്നു. പിന്നീട് ആരാലും സംശയപ്പെടാത്ത രീതിയിൽ അന്ന് സെപ്റ്റിക് ടാങ്കിൻ്റെ മൂടികൾ കൃത്യമായി അടച്ചു വെച്ചു. എന്നാൽ 15 വർഷക്കാലത്തിന് ശേഷം കേരള പോലീസിന് ലഭിച്ച ഊമക്കത്തിലൂടെയാണ് ഈ കൊലപാതകത്തിൻ്റെ ചുരുളഴിയുന്നത്. അതേസമയം മുഖ്യ ദൃക്സാക്ഷിയായ സുരേഷിനെ ആദ്യഘട്ടത്തിൽ പ്രതിപ്പട്ടികയിലാണ് പോലീസ് ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ പിന്നീട് സുരേഷിൻ്റെ മൊഴിയുടെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് സുരേഷിനെ സാക്ഷിപ്പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുകയായിരുന്നു. മാപ്പു സാക്ഷിയാക്കി കേസിന് ബലം നൽകാനാണ് ഇപ്പോൾ കേരള പോലീസിൻ്റെ പ്രധാനപ്പെട്ട നീക്കം.